ഇന്നലെ ലഹരി വിരുദ്ധ ദിനമായിരുന്നു. ഡ്രൈ ഡേ സർക്കാർ പോലും പ്രഖ്യാപിച്ചു. ലഹരി എല്ലാ ദുരന്തങ്ങളുടെയും ഒരു മൂല കാരണം എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ നടന്ന സംഭവം എന്ന ചിത്രം അത് വ്യക്തമായി നമ്മെ വെളിപ്പെടുത്തുന്നു. ലഹരി അതിൽ ഉടനീളം കഥാപാത്രമാകുന്നുണ്ട്. മദ്യസൽക്കാരം, കൂടിയിരുന്നുള്ള മദ്യപാനം. നടന്ന സംഭവം യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ക്രിപ്റ്റാണ് അതിൻ്റെ ഹീറോ. രാജേഷ് ഗോപിനാഥനാണ് കഥാ തിരക്കഥാ സംഭാഷണം, വിഷ്ണുനാരായണൻ സംവിധാനം. ഇത് നല്ല ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. വളരെ വൈകിയാണ് എൻ്റെ റിവ്യൂ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. കാരണം വൈകിയാണ് ഞാൻ ചിത്രം കാണാനിടയായത്. വൈകിട്ടാണെങ്കിൽ പോലും ഇത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ലഹരി പല രീതിയിലും മനുഷ്യനെ തകർക്കുന്നുണ്ട്. ഇത് വളരെ പച്ചയായി, വളരെ ചെറിയ ഒരു ത്രെഡ്. ലഹരിക്കടിമപ്പെട്ട, മദ്യത്തിനടിമപ്പെട്ട ഭർത്താവ് കിടപ്പുമുറിയിൽ സ്ത്രീകളോട്, ഭാര്യമാരോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരോട് പരാജയപ്പെടുന്നത്, ലൈംഗികതയിൽ, കുടുംബത്തിൻ്റെ യഥാർത്ഥത്തിൽ പരമമായ ഒരു ആണിക്കല്ല് ദാമ്പത്യ ബന്ധമാണ്. അപ്പോൾ അതിൽ പരാജയപ്പെടുന്നു. അതിന് കാരണം ലഹരിയാണ്. മദ്യപിച്ച് ലക്കുകെട്ട് കിടപ്പുമുറിയിലേക്ക് ചെല്ലുന്നയാൾ ചരിഞ്ഞു കിടന്നുറങ്ങുന്നു, മൃതപ്രായന് തുല്യമായി. അപ്പോൾ വികാരമുള്ള സ്ത്രീകൾ, ഭാര്യമാർ, അതിന് മറ്റു മാർഗങ്ങൾ കണ്ടെത്തുന്നു. അതാണ് ഈ ചിത്രത്തിൻ്റെ ത്രെഡ്. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങൾ. അത് ചിലപ്പോൾ മദ്യപിക്കാത്ത ഒരു പുരുഷനോട് അടുപ്പം തോന്നാം, അല്ലെങ്കിൽ മദ്യം മരുന്നായി കാണുന്ന ഒരു പുരുഷനോട് അടുപ്പം തോന്നാം. ആ രീതിയിൽ ഉപദേശിക്കുന്നവരോട്, വളരെ മോട്ടിവേഷൻ നൽകുന്ന, വളരെ മോട്ടീവായി സംസാരിക്കുന്നവരോട് ചിലപ്പോൾ അടുപ്പം തോന്നാം. അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളാണ്. ഇതിൻ്റെ മൂലകാരണം ലഹരി തന്നെയാണ്. ആ ലഹരി അമിതമായി ഉപയോഗിക്കുന്നത്, അത് ഈ ചിത്രം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. മദ്യം മരുന്നായി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ദുരന്തമാണ് ഈ ചിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. തുടർന്ന് ആ സ്ത്രീകൾ തന്നെ, അവരുടെ ഭാര്യമാർ തന്നെ പരസ്പരം സംസാരിക്കുന്നതും അത് കേട്ടിട്ട് ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ. എന്തുതന്നെയായാലും ഇത് ഒരു നല്ല മെസ്സേജാണ്. ഈ ചിത്രം കാണണം. ബിജു മേനോനും സുരാജ് വെഞ്ഞാറമ്മൂടും ജോണി ആൻ്റണി, സുധീർ രാമചന്ദ്രൻ, ലിജോ മോൾ ജോസ്, ഇവരൊക്കെ വളരെ പ്രധാന വേഷങ്ങൾ വളരെ സുന്ദരമായി കൈകാര്യം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അങ്കിത് മേനോൻ്റെ സംഗീതം ഇതിലുടനീളം ലയിച്ച് കിടക്കുന്നു. വിഷ്ണുനാരായണൻ്റെ സംവിധാനം വളരെ ഉന്മേഷപ്രദമായിരിക്കുന്നു. ശരിക്കും നല്ല രീതിയിൽ ഒരു മെസ്സേജ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണം. കാരണം ഇത് സമൂഹത്തിന് ഒരു ചൂണ്ടുപലകയാണ്. തീർച്ചയായും കാണണം. താങ്ക് യു. ബൈ.